എല്ലാവരും ഒന്ന് സഹായിക്കും. വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കയറുന്നത്. നിങ്ങളെല്ലാവരും സഹായം ഉണ്ടെങ്കിൽ എനിക്കും ജീവിക്കാൻ കഴിയും. എനിക്കിൻ്റെ ഫാമിലി നോക്കണമെങ്കിൽ എനിക്ക് 2 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയാണ് ജീവിതം തുടങ്ങണത്. പക്ഷെ അപ്പോഴേക്കും ദൈവം ഞങ്ങൾക്കൊരു പരീക്ഷണം പോലെ ഈ അസുഖം കൊണ്ട് തന്നു. കല്യാണം കഴിഞ്ഞിട്ട് എത്ര സ്വപ്നം കണ്ടതാണ്. ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാണ്. ഈ 1 വർഷം നമ്മൾ ആശുപത്രിയിൽ മാത്രമാണല്ലേ. ദൈവത്തിനെടുത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എല്ലാവരും വിജി ചേട്ടനൊന്ന് സഹായിക്കണം. വിജി ചേട്ടൻ ആരോഗ്യമായിട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതമുള്ളൂ. നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങളിൽ ഒരാളായിട്ട് കണ്ട് വിജി ചേട്ടൻ്റെ ആശുപത്രി ചെലവിനുള്ള പൈസയും ഓപ്പറേഷനുള്ള ചെലവിനുള്ള പൈസയും നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ ഞങ്ങൾക്കിനി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. 3 വർഷം പ്രവാസിയായി നിന്ന് ഇപ്പൊ നാട്ടില് അസുഖമായിട്ട് കിടക്കേണ്ട അവസ്ഥയാണ്. നിങ്ങളുടെ അടുത്ത് കൈകൂപ്പി അപേക്ഷിക്കാതെ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ അടുത്ത് പറയണ പോലെ പറയാണ്. നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് ഞങ്ങൾക്ക് ആശുപത്രിയിൽ കിട്ടാനുള്ള പൈസ ഉണ്ടാക്കി തരണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് ഇനി ഞങ്ങളുടെ 2 പേരുടെ ജീവിതം. ഞങ്ങളുടെ 2 പേരുടെ കുടുംബക്കാർ ഇതിന് പേര് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയതിന് അവർ ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം പ്രവാസിയായിരുന്നു പ്രിയപ്പെട്ടവർ വിജീഷ്. അസുഖത്തെ തുടർന്നാണ് വിജീഷ് നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തി ട്രീറ്റ്മെന്റ് നടത്തിയപ്പോഴാണ് ലെൻസിന് കംപ്ലൈന്റ് ഉള്ളത് അറിയുന്നത്. ഒരു നിവർത്തിയില്ലാത്ത കുടുംബമാണ് പ്രിയപ്പെട്ടവർ. ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലുള്ളവർക്ക് എന്താ ചെയ്യാന്നറിയില്ല. പകച്ചു നിന്ന് പോവുകയാണ്. അവരെ കൊണ്ട് ഡെയിലി പണിക്ക് പോണവരാണ്. അച്ഛൻ കൂലിപ്പണിക്കാരനാണ്, അമ്മ കൂലിപ്പണിക്കാരനാണ്. അച്ഛനക്ക് പണിയില്ലപ്പോ. അച്ഛൻ റിട്ടയർഡ് ആയിട്ടുണ്ട്, ചെത്തു തൊഴിലാളിയായിരുന്നു. ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇവര് മാറി മാറി കാണിക്കാവുന്ന ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടുണ്ട്. അവസാനം ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയപ്പോ ലെൻസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നാളെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ ലെൻസ് മാറ്റി വെക്കാനാണ് പറഞ്ഞത്. അത്രക്കും സീരിയസ് ആണ്. ഒരു നിവർത്തിയില്ല. നമുക്കറിയാം ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എല്ലാവരും അതിന്റെ പിന്നിലാവും. പക്ഷെ ഒരു നിവർത്തി ഇല്ലാത്തതിന്റെ പേരിലാണ് പ്രിയപ്പെട്ടവർ നിങ്ങളെ മുന്നിൽ വരുന്നത്. ഒരു ജീവന്റെ വിലയാണ്. കൈകൂപ്പി കേണ അപേക്ഷിക്കുകയാണ് ഈ നാട്ടുകാരെ കൂടെ. ഒരു നിവർത്തിയില്ല പ്രിയപ്പെട്ടവർ. നമ്മളല്ലാതെ ഒരു നിമിഷം വൈകിപ്പോയ ആ ജീവന അപകടത്തിലാണ്. ഈ ഓരോരുത്തരോടും പറയാനുള്ളത്, വളരെ ചെറുപ്രായമുള്ള ഈ ഒരു സഹോദരനെ നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണേ. ഇന്ന് ഈ മെഷീനില്ലെങ്കിൽ വിജേഷിന്റെ ജീവൻ അപകടത്തിലാണ്. എത്രയും പെട്ടെന്ന് ലങ് മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. 50-60 ലക്ഷം രൂപ എന്നുള്ളത് ഈ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നാടിനെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ്. നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ, കഴിയുന്ന പോലെ സഹായിച്ചാൽ ഈ പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതിന്റെ മുന്നേ തന്നെ മാരകമായ അസുഖത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ് വിജേഷ് എന്ന ചെറുപ്പക്കാരൻ. തന്റെ ഭാര്യയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ സാധിക്കും. ഞാൻ സ്ഥലം MLA സുമോദാണ്. പ്രിയപ്പെട്ടവരെ, പുത്തനൂർ പഞ്ചായത്തിലെ കേഴുങ്കോട് സ്വദേശി വിജേഷിന് ഗുരുതരമായ ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. ലെൻസ് ചുരുങ്ങുന്നതാണ് അസുഖം. അപ്പോൾ ലങ് മാറ്റിവെക്കാതെ മറ്റു മാർഗമില്ല. ലങ് മാറ്റിവെക്കാൻ ആവശ്യമായി 70 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. ആസ്റ്ററിൽ പ്രാഥമികമായ ചികിത്സയിലാണ് രോഗം കണ്ടെത്തിയത്. ഇപ്പോൾ മിഷന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നതും ശ്വസിക്കുന്നതും. കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനാണ്. മൃദനമായ കുടുംബമാണ്. നാട്ടിലെ ചെറുപ്പക്കാരും ബന്ധുമിത്രാദികളും എല്ലാം കൈകോർത്താൽ വിജീഷിന്റെ ചികിത്സക്കാവശ്യമായ തുക നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും. സുമനസുകളാകെ രംഗത്ത് വന്നാൽ നമുക്ക് നല്ല നിലയിൽ ഫണ്ട് സമാഹരിച്ചു. എന്റെ മകനാണ് കിടക്കണത്. നല്ല അസുഖമാണ്. മൂത്ത മകനാണ്. പോയി 6 മാസമായി. അവനെല്ലാ മനസ്സുള്ള ആൾക്കാരും സഹായം ചെയ്ത് അവനെ രക്ഷപ്പെടുത്താൻ നോക്കണം. എല്ലാവരിനോടും അപേക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഒരു മകൻ പോയിട്ട് 5 മാസം ആവണുള്ളൂ. ഇനി ഒരു മകനെ വിട്ടുകൊടുക്കാൻ വയ്യാത്തോണ്ടാ. നമ്മളോടല്ലാതെ സഹായം ചോദിക്കാം വേറെ ആരും ഇല്ല. അവർക്ക് ഒരു നിവർത്തിയും ഇല്ല. ഈ അമ്മയുടെ കണ്ണീര് കാണാതെ പോവല്ലേ. ഒരുപാട് മക്കളുണ്ട്. നമുക്കൊക്കെ ശ്വാസം ഒരു നിമിഷം എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? 24 മണിക്കൂർ ശ്വാസം എടുക്കാൻ യന്ത്രങ്ങളുടെ സഹായമാണ്. ഇനി അവനക്ക് നാളെ ലെൻസ് മാറ്റി വെക്കുകയാണെങ്കിൽ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടില്ല. 6 മാസമായി പ്രിയപ്പെട്ടവരെ. ഇവർക്ക് എന്താ ചെയ്യുക?
ഞങ്ങൾ ആരെ പോയി കാണുക, ഒന്നും അറിയില്ല. പ്രവാസ ലോകത്തായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാട് മുഴുവൻ ഒരു ജീവന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കേണപേക്ഷിക്കുക. ഈ കാണുന്നവരൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരാ. 50 ലക്ഷം രൂപ ലെൻസ് മാറ്റിവെക്കാൻ വിജീഷ് എന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത ഒരു ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ വന്നു നിൽക്കുന്നത്. പൊതുസമൂഹം കാണുമെന്നുള്ള വിശ്വാസം, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കണ്ട് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ, ഈ അമ്മയും അച്ഛനും ഈ വീട് വല്ലാത്തൊരവസ്ഥയാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നാട്ടുകാരിൽ നിന്ന് തന്നെ. അവൻ ഈ അവസ്ഥ വന്നതിൽ വളരെ സങ്കടമുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. എന്താ പറയണ്ടെന്ന് എനിക്കും അറിയില്ല. എല്ലാവരും ഒന്ന് സഹകരിച്ച് അവനെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കും. സഹോദരങ്ങളെ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഈ വിജീഷ് എന്ന ചെറുപ്പക്കാരൻ വലിയ അസുഖങ്ങളെ കൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ട് അദ്ദേഹത്തിന് ഒന്നിനും കഴിയാത്ത വിധത്തിൽ ജോലിയും മറ്റ് അവസ്ഥകളൊക്കെ നിലച്ചൊരു മട്ടത്തിലാണുള്ളത്. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ കഴിയുന്ന രൂപത്തിൽ അതിലേക്ക് സഹായിക്കണം എന്നുള്ള അസുഖത്തിനെ, പാവപ്പെട്ട വിജീഷിനെ സഹായിക്കാൻ നിങ്ങളെ എല്ലാവരും എത്രത്തോളം തുക കണ്ടെത്താൻ പറ്റും, ആരൊക്കെ എന്തൊക്കെ സഹായിക്കാൻ പറ്റും, അതൊക്കെ ചെയ്ത് ആ പാവത്തിനെ ജീവൻ രക്ഷിക്കണമെന്ന് വിനയപൂർവ്വം. 50 ലക്ഷം രൂപ വേണം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ നാട്ടുകാർ തമ്മിൽ പിരിച്ചാലും കിട്ടില്ല. ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സന്മനസ് കൊണ്ട് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കുട്ടിനെ രക്ഷിക്കണം ആണെന്നറിയാം. അപ്പൊ കാണുന്ന എല്ലാവരും നല്ല മനസ്സോടുകൂടി കുറച്ചായിട്ടാണെങ്കിലും സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നല്ല മനസ്സ്. മൂത്ത മകൻ മരണപ്പെടുകയും രണ്ടാമത്തെ മകൻ ഇങ്ങനെ ഇടുത്തി പോലെ ഒരു അസുഖം വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഈ സമയത്ത് അവർക്ക് ഈ അസുഖത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഭയങ്കര തുക ആവശ്യമാണ്. ഈ തുക സന്മനസ്സുകളായ എല്ലാ ആൾക്കാരും സഹായിച്ച് അവരെ ഈ അസുഖത്തിൽ നിന്ന് ഭേദമാക്കി അവന് നല്ല ആരോഗ്യപ്രദമായ ഒരു ജീവിതം നൽകണം. അത് 6 മാസമായിട്ടുള്ളൂ പ്രിയപ്പെട്ടവർ. അതിന്റെ സങ്കടത്തിൽ നിന്ന് കരകയറുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇളയ മോനെ ഈ അസുഖം. ഒരു നിവർത്തി ഇല്ലാത്തോണ്ടാട്ടോ, നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ആരും കൈവിടരുതേ.